ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. നമ്മൾ പറഞ്ഞു വന്നത് ദീൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, അത് സ്വഹാബത്തിൻ്റെ വിശ്വാസം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അത് നമ്മൾ ഇവിടെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദീൻ പഠിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ രീതികൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ, പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ, അതിനെപ്പറ്റിയാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിനി ശ്രദ്ധിക്കാനുള്ളത്, വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, എല്ലാ ഉപകാരപ്രദമായ അറിവും അത് ഉള്ളത് ഖുർആനിലും സുന്നത്തിലുമാണ്. എല്ലാ ഉപകാരപ്രദമായ അറിവും അടങ്ങിയിട്ടുള്ളത്, വലൈക്കും സലാം, അത് ഖുർആനിലും സുന്നത്തിലുമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും ഉപകാരപ്രദമായ എല്ലാ ഇൽമിൻ്റെയും ഉറവിടം, സ്രോതസ് എന്നുള്ളത് ഖുർആൻ സുന്നത്തുമാണ്. വഹി, സാധാരണഗതിയിൽ വഹി എന്ന് പറഞ്ഞാൽ ആളുകൾ നേരെ കണക്കാക്കുക എന്തുമാത്രം? ഖുർആൻ മാത്രമാണ്. ഖുർആൻ മാത്രമാണോ വഹി? അല്ല, സുന്നത്തും വഹിയാണ്. സുന്നത്തും വഹിയാണ്. ഈ വഹിയാകുന്നതാണ്, അതിലാണ് എല്ലാ ഉപകാരപ്രദമായ അറിവുകളുടെയും അടിസ്ഥാനം. ഈ വഹിയിലാണുള്ളത്, ഈ വഹിയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോൺസെൻട്രേഷൻ, പഠിക്കാനുള്ള താല്പര്യം, ആവേശം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അധികം തിരിച്ചുവിടേണ്ടത്, നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഖുർആനിലും സുന്നത്തിലും ആയിരിക്കണം. അതിലുള്ളതാണ് ഇൽമ്, അതിലുള്ളതാണ് ഇൽമ്. എന്തൊക്കെ ഇൽമുകൾ നമുക്ക് ആവശ്യമുണ്ട്, അതൊക്കെ ഖുർആനിലും സുന്നത്തിലുണ്ട്. ഖുർആൻ സുന്നത്തും പഠിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കാര്യവും നമ്മളെ തടസ്സപ്പെടുത്തരുത്. ഖുർആനും സുന്നത്തും പഠിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒരു കാര്യവും തടസ്സപ്പെടുത്തരുത്. അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മൾക്കുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളത് നമ്മൾക്ക് നിർബന്ധമാണ്. ഖുർആനും സുന്നത്തും പഠിക്കാൻ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളായിട്ട് വരുത്തി വെച്ചതായിരിക്കാം, അല്ലാത്തതായിരിക്കാം. എങ്ങനത്തേതാണെങ്കിലും ആ തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളത് ദീൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ മേൽ നിർബന്ധമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അറബി ഭാഷ, ഉദാഹരണം അറബി ഭാഷ. അറബി ഭാഷ നമ്മൾക്കറിയാം, നമ്മൾ അറബികളല്ല, മലയാളികളാണ്. നമ്മൾക്ക് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ അറബി ഭാഷ കേൾക്കുന്നത് വളരെയധികം കുറവാണ്. ദീനുമായി ബന്ധപ്പെട്ട ബാങ്ക് വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്റുകൾ ചൊല്ലുമ്പോഴോ അങ്ങനെയുള്ള ചുരുക്കം ചില സാഹചര്യങ്ങളില്ലാതെ അറബിയുമായിട്ടുള്ള ബന്ധം വളരെ നമുക്ക് കുറവാണ്. ആ ഒരു അറബി ഭാഷയുമായിട്ടുള്ള അകൽച്ച നമ്മുടെ ദീൻ പഠനത്തിലും വളരെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനം ചെലുത്തുന്നുണ്ട്, വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയാം. ഖുർആനിൽ ഏറ്റവും അധികം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വിഷയം, ഖുർആനിൽ ഏറ്റവും അധികം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള വിഷയം തൗഹീദാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് തന്നെ തൗഹീദിന് വേണ്ടിയിട്ടാണ്. എന്നാൽ എത്ര ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയിട്ട് ഖബറുകൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്ന, ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുന്ന എത്ര ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര ആൾക്കാരുണ്ട്? മുസ്ലിം നാമധാരികളായിട്ടുള്ള എത്ര ആളുകൾ. അറബി ഭാഷ അറിയാതായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. അറബി ഭാഷ അറിയാതായി കഴിഞ്ഞാൽ, നമ്മൾക്ക് അറബി ഭാഷ അറിയുമെങ്കിൽ കിട്ടുന്ന ഉപകാരത്തിൻ്റെ എത്രയോ ചെറിയൊരു ശതമാനം മാത്രമേ അറബി അറിയില്ലെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ.
ഖുർആൻ അറബി അറിയാത്ത ഒരാൾ കേൾക്കുമ്പോൾ യാതൊരു ഗുണവും ഉണ്ടാവില്ല, മാറ്റം ഉണ്ടാവില്ല. ഖുർആൻ അറബി അറിയാതെ ഓതിയാൽ പ്രതിഫലം കിട്ടൂല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഖുർആന്റെ ആ ശരിയായിട്ടുള്ള പ്രതിഫലനം നമ്മളിൽ പ്രകടമാകണമെങ്കിൽ അറബി അറിഞ്ഞേ പറ്റൂ, വേറൊരു നിവൃത്തിയില്ല. അറബി ഭാഷ അറിയാതെ നമുക്ക് അത് പഠിക്കാതെ സാധിക്കൂല. എത്രയോ ആയത്തുകളും എത്രയോ ഉദാഹരണങ്ങളും സലഫുകളുടെ ചരിത്രത്തിൽ ആ വിഷയത്തിനുണ്ട്. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നിസ്കാരത്തെ സംബന്ധിച്ച് സഹാബത്ത് വിശദീകരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അത്തരം ഹദീസുകളിൽ ഒരു ഹദീസ് സഹാബികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത്, നിസ്കരിക്കുന്ന സമയത്ത്, ഇമാമായി നിൽക്കുന്ന സന്ദർഭത്തിൽ പുറകിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു പാത്രത്തിൽ വെള്ളമെന്തോ വെച്ച് തിളപ്പിക്കുമ്പോൾ അതിങ്ങനെ തിളച്ചു മറിയുന്ന പോലത്തെ ഒരു ശബ്ദം ഞങ്ങൾക്ക് പുറകിൽ നിൽക്കുന്ന സഹാബത്തിന് കേൾക്കാറുണ്ട് എന്ന് സഹാബത്ത് പറയാം. ഈ പാത്രം തിളപ്പിക്കുന്ന ശബ്ദം എന്താണ്? പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്ന ശബ്ദം എങ്ങനെയാണ് വരുന്നത്? ഒരാൾ ഞങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരാൾക്ക് അങ്ങേയറ്റം കരച്ചിൽ അടക്കാൻ സാധിക്കാതെ ഉറക്കെ പൊട്ടിക്കരയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അയാളുടെ കരച്ചിൽ അടക്കി പിടിച്ചിട്ട് ഖുർആൻ ഓതുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദമാണത്. നമുക്കെപ്പോഴാണ് ഖുർആൻ ഏതെങ്കിലും ആയത്ത് ഓതിയിട്ട് ആ ആയത്തിലുള്ള അർത്ഥം മനസ്സിലായിട്ട് എപ്പോഴാണ് പൊട്ടിക്കരയുന്ന പോയിട്ട് ഒരു കണ്ണിന്നൊരു തുള്ളി വെള്ളം വന്നിട്ടുള്ളപ്പോഴാ? എപ്പോഴെങ്കിലും ജീവിതത്തിൽ അല്ലേ? പലരുടെയും ഓത്തിൻ്റെ ഈണങ്ങളും ശബ്ദമാതിരിയും കേട്ടിട്ട് നമ്മുടെ കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ട്. അത് ഞാൻ നിഷേധിക്കുന്നില്ല, അതിന് അറബി അറിയണമെന്നില്ല. പക്ഷെ വായിക്കുന്ന പദങ്ങളുടെ ആശയം മനസ്സിലാക്കിയിട്ട് ഹൃദയം നടുങ്ങിപ്പോയിട്ടുള്ളത് എപ്പോഴാ? എപ്പോഴെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? അല്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുള്ള സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലഘട്ടത്തിൽ സക്കറാത്തുൽ മൗത്തിൽ ജമാഅത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റാത്തത്രയും പ്രയാസം ഉണ്ടായ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയണം, മുറു അബൂബക്കറിൻ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ കൽപ്പിക്കൂ എന്ന് ആയിഷയോട് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? എന്താ മറുപടി പറഞ്ഞത്? എന്താ പറഞ്ഞു? നിങ്ങൾ പറയും, നിങ്ങൾ കേട്ടിട്ടുള്ള ചരിത്രമാണ്. അബൂബക്കർ ഇമാം, എൻ്റെ ഉപ്പ ഇമാം എന്നാൽ ജനങ്ങൾ എന്ത് കേൾക്കൂല? ഓത്ത് കേൾക്കൂല. എന്തേ കേൾക്കുള്ളൂ? കരച്ചിലേ കേൾക്കുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം. അതേ ഖുർആൻ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത, കരച്ചിൽ പിടിച്ചടക്കാൻ പറ്റാതായി ഈ ശബ്ദം വന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓതുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കരയുന്ന അതേ ഖുർആൻ തന്നെയാണ് ഇന്നും നമ്മുടെ കൈകളിലുള്ളത്. അതേ ഖുർആൻ. ആ ഖുർആൻ നമ്മൾക്ക് വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴോ നമ്മൾക്ക് ഈ തരത്തിലുള്ള ഒരു മാറ്റങ്ങളും വന്നിട്ടില്ലെങ്കിൽ പ്രശ്നം നമുക്കാണ്. ഖുർആനല്ല പ്രശ്നം, പ്രശ്നം നമ്മളിലാണ്. അല്ലാഹു പറഞ്ഞു, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഒരു ഖുർആനെ നാം ഒരു പർവ്വതത്തിലാണ് അവതരിപ്പിച്ചതെങ്കിൽ പോലും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി കാരണത്താൽ അത് പൊട്ടിത്തകർന്നു പോകുന്നത് നീ കണ്ടേനെ റസൂലേ. അള്ളാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു പർവ്വതം അതുപോലും അത്രയധികം സ്വാധീനം ഖുർആൻ കൊണ്ടുണ്ടാകുമെങ്കിൽ നമ്മളിൽ ഈ ഖുർആൻ ഒരു ചെറിയൊരു സ്വാധീനം പോലും ഉണ്ടാക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം നമുക്ക് ഖുർആനിൻ്റെ ഭാഷ അറിയില്ല എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാൻ സമയമില്ല. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ഹിന്ദി പഠിക്കുന്നുണ്ട്, മലയാളം പഠിക്കുന്നുണ്ട്, അതിൻ്റെ വ്യാകരണം പഠിക്കുന്നുണ്ട്, ഗ്രാമർ പഠിക്കുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അല്ലേ? ചിലർ കാണാം സ്പാനിഷും ഇറ്റാലിയനൊക്കെ പഠിക്കുന്ന ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് പലരെയും. അതിൻ്റെ സെൻറ്ററുകളിലൊക്കെ ഉള്ള തിരക്കുകളൊക്കെ ഒന്ന് കാണണം. ജർമ്മനും മറ്റുള്ള ഭാഷകളൊക്കെ പഠിപ്പിക്കുന്ന സെൻറ്ററുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്കൊക്കെ
നിങ്ങളുടെ ദുനീവിയായിട്ടുള്ള ആവശ്യങ്ങൾ, ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റുകളും ചെറിയ ചെറിയ സ്ഥാനക്കയറ്റങ്ങളും ചെറിയ ചെറിയ ലാഭങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ പഠിച്ചെടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ നിങ്ങളുടെ ഭാഷയല്ല, നിങ്ങൾ മലയാളികളാണ്. പക്ഷെ നിങ്ങൾ ഈ ഇരിക്കുന്ന ആളുകളിൽ ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. പ്രായമുള്ളവരല്ലാത്തവരൊക്കെ ഇംഗ്ലീഷിൽ അറിയുന്ന വാക്കുകളൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞ എത്രയോ വാക്കുകൾ നമുക്ക് കിട്ടും ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ള വാക്കുകൾ. ഈ ഇംഗ്ലീഷ് ഭാഷയുടെ വളരെ അത്ര പഠിക്കാനുള്ള പ്രയാസം പോലും എന്തിനില്ല, അറബി ഭാഷയ്ക്കില്ല. വളരെ എളുപ്പമുള്ള ഭാഷയാണ് അറബി ഭാഷ, അങ്ങേയറ്റം എളുപ്പമുള്ള ഭാഷയാണ്. അറബി ഭാഷ എന്ന് പറഞ്ഞാൽ കുറച്ച് കവായിദുകളാണ്, കുറച്ച് അടിസ്ഥാനങ്ങളാണ്. ഈ കവായിദുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അറബി ഭാഷയിൽ പ്രത്യേകിച്ചൊന്നും കാര്യം പഠിക്കേണ്ടതില്ല. വളരെ ചുരുക്കം ചില മസാലകളല്ലാതെ പിന്നെ അറബി ഭാഷയിൽ പ്രത്യേകിച്ച് ഇതിനൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇംഗ്ലീഷിലോ ഉദാഹരണം പറഞ്ഞാൽ നീണ്ടുപോകും. അത്രയധികം ഉദാഹരണങ്ങൾ ഇംഗ്ലീഷിൽ. ചില അക്ഷരങ്ങൾ ചിലവിടെ വന്ന് വായിക്കൂല, ചിലവിടെ വന്ന് വായിക്കും. ഇംഗ്ലീഷ് പഠിച്ചവർക്കറിയാം, സ്കൂളിൽ പോയവർക്കൊക്കെ അറിയാം. ഒരുപാട് പ്രയാസമുള്ള ഭാഷ പഠിക്കാൻ പറ്റുന്ന നമ്മൾക്ക്, അതും ചെറിയ ദുനിയാവിൻ്റെ ലാഭത്തിന് വേണ്ടി പഠിച്ചെടുക്കുന്ന നമ്മൾക്ക്, ആഖിറത്തിലെ വലിയ ലാഭങ്ങൾക്ക് വേണ്ടി ഇത്രയും എളുപ്പമുള്ള ഭാഷ പഠിക്കാൻ പറ്റാത്തത് എന്താണ്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. എന്തുകൊണ്ട് എനിക്ക് ഇത്രയും കാലമായിട്ട് അറബി ഭാഷ പഠിക്കാൻ പറ്റിയിട്ടില്ല? അറബി ഭാഷയിലാണെങ്കിൽ എത്രയോ എളുപ്പത്തിൽ വിശദീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, എത്രയോ നല്ല നല്ല ക്ലാസ്സുകളുണ്ട്. ഹാഷിം സൊലാഹിൻ്റെ ഒക്കെ ദുറൂസുലൊക്കെ കിട്ടുകഴിഞ്ഞാൽ എത്ര അറബി തിരിയാത്ത, ഒരൊന്നും വായിച്ചിട്ടില്ലാത്ത ഒരുത്തനാണെങ്കിൽ പോലും അവൻ അറബി ഭാഷ പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടും അതൊക്കെ മൊബൈലുകൾ കേൾക്കാനുള്ള സംവിധാനം ഉണ്ടായിട്ടും ഒരുത്തിന് അറബി ഭാഷ പഠിക്കാൻ പറ്റിയിട്ടില്ലാതെ, അവനൊന്നും ഖുർആൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റാതെ അവനിവിടെ നിന്ന് മരണപ്പെട്ടു പോയാൽ അവനേക്കാൾ വലിയ നഷ്ടക്കാരാരാ ഉള്ളത്? ആരുമില്ല. നിങ്ങൾക്ക് ഖുർആനിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്ന വാക്കല്ല. ഖുർആൻ നിങ്ങൾ അറബി ഭാഷ പഠിച്ചിട്ടൊന്ന് കേട്ടു നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവാണ് സത്യം, നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിലനിൽക്കൂല. അത് വേറൊരവസ്ഥയിലായിരിക്കും. അത് നിങ്ങൾ അനുഭവിച്ചറിയാതെ, ഇത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതിങ്ങനെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ വിശദീകരിച്ച് വർണ്ണിച്ചു തരുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് അനുഭവിച്ചറിയുന്നവർക്കേ അതിൻ്റെ വില അറിയുള്ളൂ. അതിന് അറബി ഭാഷ പഠിക്കാതെ പറ്റൂല. അറബി ഭാഷ പഠിക്കുന്ന ഒരാൾ ഒന്നും വേണ്ട, ഏറ്റവും മിനിമം ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ എല്ലാ ദിവസവും 17 തവണ ആവർത്തിച്ച് ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത എത്ര ആളുകൾ നമ്മുടെ മുന്നിൽ. ഞാനിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പലരും കുടുങ്ങും, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ചോദിച്ചാൽ പലരും കുടുങ്ങും. വളരെ വലിയൊരു പോരായ്മയാണ്, വലിയ ഒരു പോരായ്മയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് റബ്ബിന്റെ മുന്നിൽ കൈകെട്ടി പറയുമ്പോൾ ഞാൻ റബ്ബിനോട് എന്താണ് ചോദിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ പലർക്കും അത് ചോദിക്കുകയാണെന്ന് പോലും അറിയില്ല. ഞാൻ റബ്ബിനോട് എന്തോ ചോദിക്കുകയാണെന്ന് അറിയില്ല. അവനെന്തോ ഇങ്ങനെ ഉരുട്ട് പോവാണ്, കടന്നു പോവാണ്. എന്താണ് അവിടെ, എന്താ നടക്കുന്നൊന്നും അവനറിയില്ല. വലിയ പോരായ്മയാണ്. അറബി ഭാഷ പഠിക്കൽ അല്ല, അറബിയ്യത്തു മിനദ്ദീൻ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ അറബി ഭാഷ പഠിക്കൽ ദീനിൽപ്പെട്ടതാണ്. ഒരാൾ ശരിയായ നിയ്യത്തോടുകൂടെ അറബി ഭാഷ പഠിക്കുകയാണെങ്കിൽ ആ ഭാഷ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഭാഷ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഒരു ഭാഷയ്ക്ക് ആ പ്രത്യേകതയില്ല. ഇംഗ്ലീഷ് പഠിച്ചാലും സ്പാനിഷ് പഠിച്ചാലും ഒരു ഭാഷ പഠിച്ചാലും പ്രതിഫലം കിട്ടൂല. അറബി ഭാഷ പഠിച്ചാൽ ആ പഠിക്കുന്നതിന് പ്രതിഫലമുണ്ട്. അൽ അറബിയ്യത്തു മിനദ്ദീൻ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അറബി ഭാഷ പഠിക്കാത്തതുകൊണ്ട് നമ്മൾക്ക് നഷ്ടമാകുന്ന ലാഭങ്ങൾ വളരെ വലുതാണ്. വലിയ വലിയ ലാഭങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. ദിക്റുകൾ ചൊല്ലുമ്പോൾ, പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ, നിസ്കാരത്തിലെ ഓരോ സന്ദർഭത്തിലെ ദിക്റുകളാണെങ്കിലും അല്ലാത്ത പ്രാർത്ഥനകളാണെങ്കിലും ഒക്കെ, ബാങ്ക് കൊടുക്കുന്നതിലും എല്ലാത്തിലും നമ്മൾക്ക് ഒരുപാട് ഖൈറുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരുപാട് ഖൈറുകൾ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നിസ്സാരവൽക്കരിക്കാൻ പാടില്ലാത്ത വളരെ ഗൗരവമുള്ള വിഷയമാണ് അറബി ഭാഷ എന്നത്. അറബി ഭാഷ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിനുള്ള സംവിധാനം, നിങ്ങൾ എവിടെയും പോകണ്ട, വീട്ടിൽ നിന്ന് എവിടെയും പോകണ്ട.
ജോലി അവസാനിപ്പിക്കണ്ട, കട അടച്ചു പൂട്ടണ്ട, കച്ചവടം നിർത്തണ്ട, വീട്ടിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഒരു പുസ്തകം പേനയും കയ്യിലുണ്ടെങ്കിൽ. എന്നിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ അർഹമുക്കല്ലാഹ്, അതൊക്കെ വലിയ റബ്ബ് നമ്മളോട് ചോദ്യം ചെയ്യും, ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ റബ്ബിൻ്റെ അടുക്കൽ നമ്മളെ നേർക്ക് വിരൽ ചൂണ്ടിയിട്ട് പറയും, കുറ്റപ്പെടുത്തി പറയും, ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. എൻ്റെ ഉമ്മത്ത്, ഈ ആളുകൾ, മുസ്ലിമീങ്ങൾ, അവർ ഖുർആനിതാ മഹ്ജൂറായി, ഉപേക്ഷിക്കപ്പെട്ടതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും നമ്മുടെ മുസ്ഹഫുകൾ പൊടിപിടച്ച് ചെലന്തി വല കെട്ടിക്കിടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഖുർആന്റെ ഭാഷ അറിയില്ല എന്നുള്ളതാണ്. അതറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണുകൾ ഇന്ന് താഴെ വെക്കാത്തതുപോലെ നമ്മൾ ഖുർആൻ നിലത്ത് വെക്കൂല. സലഫുകളും പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇന്നത്തെ കാലത്തെ യുവാക്കൾ എങ്ങനെയാണോ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാറ് അതേപോലെയാണ് സലഫുകൾ ഖുർആൻ ഉപയോഗിക്കാറ്. ഈ ഖുർആനുമായിട്ടുള്ള ബന്ധം ഒരാൾക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇൽമേ അവനക്ക് കിട്ടുകയുള്ളൂ. ഖുർആനാണ് ഇൽമ്. ഹദീസുകളിൽ ഇൽമിനെ പറ്റി ഒരുപാട് ഹദീസുകൾ ഖുർആൻ എന്നാണ് പഠിപ്പിച്ചത്. ഇത്ലാഖ് ചെയ്തിട്ടുള്ള, വിശേഷിപ്പിച്ചപ്പെട്ടുള്ള ഹദീസിൽ ഇൽമിനെ ഖുർആൻ എന്നാണ്. ഏത് ഹദീസ് പോലെ? ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരോട് പറയും, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ. സ്വർഗ്ഗക്കാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ ഓത്, എന്നിട്ട് നീ എന്ത് ചെയ്യും? മുകളിലേക്ക് കയറിക്കൊണ്ടേയിരുന്നു. നീ ഓതുന്നിടത്തോളം നീ കയറിക്കൊണ്ടേയിരിക്കും. ദുനിയാവിൽ നീ എങ്ങനെയാണോ ഓതിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഓദിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. ഈ ഹദീസുകളിൽ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശർഈ ആയിട്ടുള്ള ഇൽമാണ്. കാരണം എന്താ? ശർഈ ആയിട്ടുള്ള ഇൽമിൻ്റെ അസ്ല് ഒന്നാമത്തത് ഖുർആനാണ്, അതിൻ്റെ അടിസ്ഥാനം. ഈ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും അലംഭാവം കാണിക്കരുത്, ഒരിക്കലും അലംഭാവം കാണിക്കരുത്. വളരെയധികം നമ്മൾ എന്ത് ചെയ്യണം? എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും വളരെയധികം പ്രയാസപ്പെട്ടും നമ്മൾ കരസ്ഥമാക്കേണ്ട ഒരു കാര്യമാണ് ഈ കാര്യം. പക്ഷേ നമുക്ക് ഇത്രയധികം എളുപ്പമാക്കപ്പെട്ടിട്ടും ഇത്രയധികം സൗകര്യങ്ങൾ ലഭിച്ചിട്ടും നമ്മൾക്ക് ഈ കാര്യം പറ്റുന്നില്ല. ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ഈ പറയുന്ന ഈ കാര്യം ഇപ്പം നിങ്ങളിവിടെ നിന്ന് കേട്ടിട്ട് ഒരു കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഇതേ അറബി ഭാഷയുടെ നിലവാരത്തിൽ തന്നെയാണ് അപ്പോഴുള്ളതെങ്കിൽ അല്ലാഹുൽ മുസ്തആൻ, വലിയ അപകടമാണ്, വലിയ അപകടമാണ്. നിങ്ങൾ അറബി ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദീൻ പഠനത്തിൻ്റെ പകുതി നിങ്ങൾക്ക് പൂർത്തിയാവും. ഏതുപോലെ? കല്യാണം കഴിച്ചാൽ ദീന് പകുതി പൂർത്തിയാൻ ബിസിനസ് പഠിപ്പിച്ചതുപോലെ അറബി ഭാഷകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദീനിലുള്ള അറിവ്, ഈ ശർഈയായ ഇൽമ് പകുതി നിങ്ങൾക്ക് പൂർത്തിയാവും. ശ്രദ്ധിച്ചോ? അറബി ഭാഷ പഠിക്കുന്ന അത്രയും പ്രാധാന്യമുണ്ട്, അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ അറബി ഭാഷ പഠിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം, അറബി ഭാഷ പഠിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയത്തിൽ പറയാനുള്ളത്, സൂചിപ്പിക്കാനുള്ളത്, നമ്മൾക്ക് ഉപകാരപ്പെടുന്ന ഇൽമ് എന്ന് പറയുന്നത് അത് ദീൻ പഠിക്കുന്നവരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പണ്ഡിതന്മാർ ഇൽമിനെ ഉപമിച്ചിട്ടുള്ളത്, അതിനെ ഉദാഹരിച്ചിട്ടുള്ളത്, ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് ഒരു സ്ഥലത്ത് ഒരു വിത്തിടുന്നത് പോലെയാണ്. ഒരു സ്ഥലത്തൊരു വിത്ത് ഇടുന്നത് പോലെയാണ്. ആ വിത്ത് ഇട്ട് അതിന് വെള്ളവും അതിന് വേണ്ട വളമൊക്കെ ഇട്ട് കൊടുത്ത് അത് വളർന്നു വരുമ്പോൾ അതിൽ വരുന്ന ഇത്തിൽ കണ്ണികളും മറ്റുമൊക്കെ വരാതെ വെട്ടിക്കളഞ്ഞ് അതിനെ സംരക്ഷിച്ച് നിർത്തുന്ന, അങ്ങനെ അത് വലിയൊരു മരമായി തീരും. അങ്ങനെയാണ്, ഇതുപോലെയാണ് ഇൽമ്, ഇതുപോലെയാണ് ഇൽമ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്നറിയോ? നമ്മൾ ഈ വിത്തിടുന്നതാണ് എന്ത്? ഹിഫ്ളാക്കുക എന്നുള്ളത്. ഹിഫ്ള് എന്നുള്ളത് ഏതുപോലെയാണ്? ഈ മണ്ണിൽ ഈ വിത്തിടുന്നത് പോലെയാണ്. എത്ര പേര് ഖുർആൻ ഹിഫ്ള് ഒരു ജുസെങ്കിലുള്ള ആളുകൾ എത്ര പേരുണ്ട് ഇവിടെ? ഒരു ജുസ് എങ്കിലും ഖുർആൻ മനഃപ്പാടമുള്ള എത്ര ആളുകളുണ്ട്?
എത്ര ആളുകളുണ്ട്? ആരുടെയും പൊന്തുന്നില്ല, 1-2 പേരുള്ളൂ. പൊന്തിച്ചോളി, അറിയുന്നവരൊക്കെ പൊന്തിച്ചോളി. ബാക്കിയുള്ളവർക്ക് നാണക്കേടാവട്ടെ, പൊന്തിച്ചോളി. അറിയുന്നവരൊക്കെ പൊന്തിച്ചോളി, ബാക്കിയുള്ളവർക്ക് നാണക്കേടാവട്ടെ. അങ്ങനെ തന്നെയാണ് പഠിക്കണം, അങ്ങനെ തന്നെ പഠിക്കണം. പൊന്തിച്ചു, നല്ല ഉയരത്തിൽ പൊന്തിച്ചോളി. ഒരു ജുസ് എങ്കിലും ഹൈഫുള്ള ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ബാക്കിയുള്ളവർ, നമ്മൾക്ക് എത്രത്തോളം ഹൈഫുദ് കുറയുന്നു അത്രത്തോളം നമുക്ക് ഇൽമ് കുറയും. എത്രത്തോളം നമുക്ക് ഹൈഫുദ് കുറയുന്നു അത്രത്തോളം നമുക്ക് ഇൽമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഹൈഫുദാണ്. ഇൽമിൻ്റെ അടിസ്ഥാനം സലഫുകൾ പറയാറുണ്ട്, നീ ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ കൂടെ എന്താണോ പ്രവേശിക്കുന്നത് അതാണ് നിന്റെ ഇൽമ്. നിന്റെ മുമ്പിലുള്ള മക്തബയിലുള്ള ഇൽമല്ല നിന്റെ ഇൽമ്. നിന്റെ ബാഗിലും സൂട്ട് കേസിലും അല്ലെങ്കിൽ മക്തബയിലും മൊബൈലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ മക്തബ ഷാമിലും ഉള്ള കിതാബുകളുടെ ശേഖരമല്ല നിന്റെ ഇൽമ്. അത് നിന്റെ ഇൽമല്ല, അത് ആ പുസ്തകത്താളിൻ്റെ ഇൽമാണ്, അതിലെ ഇൽമാണ്. അവിടത്തെ നിന്റെ ഇൽമ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഖബറിൽ പ്രവേശിക്കുന്ന ഇൽമ, അതാണ് നിന്റെ ഇൽമ. നമുക്കൊരു കിതാബായിട്ട് ഖബർ പോകാൻ കഴിയൂല, ഒരാളും കൊണ്ടുവന്നിട്ട് തരൂല നമ്മുടെ ഖബറിൽ. നമ്മുടെ ഹൃദയത്തിലുള്ള ഇൽമേ നമുക്ക് നമ്മുടെ ഇൽമായിട്ടുണ്ടാവുള്ളൂ, നമുക്ക് നമ്മുടെ ഇൽമായിട്ടുണ്ടാവുള്ളൂ. ശ്രദ്ധിക്കണം. ഈ നേരത്തെ പറഞ്ഞ ഹദീസ് അയാളോട് ഓതാൻ പറയുമ്പോൾ അയാൾ എങ്ങനെ ഓതുന്നത്? ഖിയാമത്ത് നാളിൽ അവിടെ മുസ്ഹഫ് കൊടുക്കുന്നുണ്ടോ അയാളോട്? എങ്ങനെ ഓതുന്നത്? എങ്ങനെ ഓതുന്നത്? കാണാതെ ഓതുകയാണ്. അതെങ്ങനെ കാണാതെ ഓതാൻ സാധിക്കുന്നത്? നേരത്തെ മനപ്പാടാക്കിയതുകൊണ്ട്, പഠിച്ചതുകൊണ്ട്, ഹിഫളാക്കിയതുകൊണ്ട്. മനപ്പാടമാക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അറിവാണെന്ത്? ശരിയായ അറിവ്. അതേ നമ്മൾക്ക് ഉപകരിക്കുള്ളൂ, അതേ നമ്മൾക്ക് ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ ദീൻ പഠിക്കുന്നവർ പരമാവധി അത് ഖുർആനാണ് ഏറ്റവും ആദ്യം, അതിനുശേഷം പ്രധാനപ്പെട്ട ഹദീസുകൾ, അർബഊൻ നവവിയ പോലത്തെ പ്രധാനപ്പെട്ട ഹദീസുകൾ ഹിഫളാക്കണം. അതുപോലെ തന്നെ അറബി ഭാഷയിൽ പ്രധാനപ്പെട്ട ചില നിയമങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഹുറൂഫുൽ ജർ അത് ഏതൊക്കെയാണ് ഹിഫളാക്കേണ്ടി വരും. അങ്ങനെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഹിഫളാക്കേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളുണ്ടാവും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഹിഫളാക്കുക തന്നെ വേണം. അതൊക്കെ മനപ്പാടമാക്കുക, കാണാതെ പഠിക്കുക തന്നെ വേണം. ഹിഫളാക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ ഇൽമായി നമുക്ക് ഉപകരിക്കുക, ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും നമ്മൾ ഹിഫളാക്കിയ, മനപ്പാടമാക്കിയ ഇൽമാണ് എന്നുള്ള ബോധ്യം നമുക്ക് വേണം. മനപ്പാടമാക്കിയ, ഹിഫളാക്കിയ ഇൽമാണ് നമ്മൾക്ക് ഉപകരിക്കുക എന്നുള്ള ബോധ്യം നമുക്ക് വേണം. പിന്നെ ഇൽമുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. വേറെ ചില അടിസ്ഥാനങ്ങൾ കൂടെ നമ്മൾ പറയാൻ ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആയിരിക്കണം നമ്മുടെ ഇഷ്ടവും വെറുപ്പും. നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടേണ്ടതും ഒരാളെ വെറുക്കേണ്ടതും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചിട്ടായിരിക്കണം. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ. വേറൊരു അടിസ്ഥാനം, ഒരുത്തൻ കറുത്തതുകൊണ്ടോ നീളം കൂടിയതുകൊണ്ടോ ഇന്ന രാജ്യക്കാരനായതുകൊണ്ടോ മലയാളി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സമ്പന്നനായതുകൊണ്ടോ എന്നുള്ള ഒരു കാര്യവും നമുക്കൊരാളോടുള്ള ഇഷ്ടം കൂടാനോ കുറയാനോ കാരണമാകരുത്. അള്ളാഹുവിൻ്റെ തൃപ്തിയല്ലാതെ. ഒരാൾ എത്രത്തോളം അള്ളാഹുലേക്ക് അടുത്ത് നിൽക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ അവനെ ഇഷ്ടപ്പെടണം. നമുക്ക് നിർബന്ധമാണ്. ഒരാൾ എത്രത്തോളം അള്ളാഹുന്ന് അകന്നു നിൽക്കുന്നുണ്ടോ അത്രത്തോളം അവനെ വെറുക്കലും നമുക്ക് നിർബന്ധമാണ്. ആരായിക്കോട്ടെ. നമ്മുടെ ഇഷ്ടം എന്നുള്ളത് ഈ ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കാര്യവും നമ്മുടെ ഇഷ്ടം കൂടാനും കുറയാനും കാരണമാകരുത്. മറ്റൊരു കാര്യവും നമ്മുടെ ഇഷ്ടം കൂടാനും കുറയാനും കാരണമാകരുത്. നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് ഈ ഒരു അടിസ്ഥാനത്തിലാണ്. നമ്മൾ ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞു, ഇമാം അഹ്മദ് റഹിമഹുള്ളാഹിയുടെ ഖൗല് പറഞ്ഞു,
ഫുസാഖു അഹ്ലി സുന്നത്തി ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അ. ഇതൊക്കെ ആ ഇഷ്ടത്തിൻ്റെ മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ ക്രമം അറിയിക്കുന്ന കാര്യങ്ങളാണ്. അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളുകളെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മറ്റാരെക്കാളും ഇഷ്ടപ്പെടേണ്ടത്. അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ മറ്റാരെക്കാളും ഇഷ്ടപ്പെടേണ്ടത്. അവരിൽ തന്നെ ഏറ്റവും അധികം ഇൽമും അമലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്? മറ്റാരെക്കാളും ഇഷ്ടപ്പെടേണ്ടത്. അല്ലെ, ഒരു മുസ്ലിം ഏറ്റവും അധികം ഇഷ്ടപ്പെടേണ്ടത് ആരാ? പടപ്പുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ടാണത് അങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം നമുക്ക് തോന്നിയവർ ഇഷ്ടപ്പെടുക, നമുക്ക് തോന്നിയവർ വെറുക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഇഷ്ടവും വെറുപ്പും ഒക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം. അതുപോലെ തന്നെ ദീനിൻ്റെ വിഷയങ്ങളിൽ അറിവില്ലാത്ത ഒരു കാര്യം സംസാരിക്കുന്നത് ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. അറിയുമെങ്കിൽ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അറിയാത്തൊരു കാര്യം ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് തന്നെ പറയാം. ഒരു നാണക്കേടും വിചാരിക്കണ്ട. ഞാനിപ്പോൾ ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അവരൊക്കെ എന്താ വിചാരിക്കുക? കുറേ ആൾക്കാരത് കാണുന്നുണ്ട്. ഇവരുടെയൊക്കെ മുന്നിൽ വെച്ച് ഞാൻ ഈ വിഷയം അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കത്ര അറിവില്ല എന്നല്ലേ ഇവർ കരുതുക. അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. ഒരു ദീൻ പഠിക്കുന്ന ത്വാലിബുൽ ഇൽമിൻ്റെ ജുന്നത്ത് പരിചയമാണെന്ത്? ലാ അദ്രി എന്നുള്ളത്, എനിക്കറിയില്ല എന്നുള്ളത്. അവനത് എപ്പോഴാണോ പറയാൻ വിട്ടുപോകുന്നത് അപ്പം അവൻ നശിക്കും. ഒരാൾക്ക് അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയണം. അതങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും വിചാരിച്ച് ദീനിലൊരു വിഷയം പറയരുത്. നിങ്ങൾ വേണമെങ്കിൽ എൻജിനീയറിങ്ങിൽ പറഞ്ഞു നോക്കി എൻജിനീയറിങ്ങിൽ അല്ലെങ്കിൽ ഒരു മെഡിസിനിലൊരു വിഷയത്തിൽ നിങ്ങൾക്കറിയാത്തൊരു കാര്യങ്ങൾ പറഞ്ഞു നോക്കി. എല്ലാ മെഡിസിൻ്റെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ കൂടി എന്ത് ചെയ്യും? നിങ്ങളെ ചുറ്റും പൊതിയും, നിങ്ങളെ വിമർശിക്കും, എല്ലാവരും വരും. പക്ഷെ ദീനിൽ എന്നെന്താ? വളരെ സുഖമാണ്. ഏത് വഴി കൂടെ പോകണമെന്ന് എന്ത് ചെയ്യാം? വന്നവനും പോകുന്നവനൊക്കെ തോന്നിയതൊക്കെ വിളിച്ചു പറയാം ദീനിൽ. അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അങ്ങനെ ആകരുത്. അറിയാത്ത കാര്യം പറയരുത്. അറിയുന്നതേ പറയാവൂ. ഒരിക്കൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് വളരെ ശ്രദ്ധിക്കണം അല്ലേ? ദഹബി റഹിമഹുല്ലാഹ് പറയും, ഇദാ ദുഖിറൽ ഉലമാഉ ഫമാലികുൻ നജ്മുൻ. ഉലമാക്കളെ പറ്റി പറയപ്പെട്ടാൽ അവരിലെ നക്ഷത്രമാണ് ആര്? ഇമാം മാലിക് റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്രയോ വർഷം സഞ്ചരിച്ച്, എത്രയോ മാസം സഞ്ചരിച്ച് ചില ആളുകൾ എന്ത് ചെയ്യാണ്? അവരുടെ അടുക്കൽ 6-5 മസലകളുള്ളൂ. ഈ വിഷയത്തിൽ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും ദൂരെ സഞ്ചരിക്കുന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ വന്ന് ഈ വിഷയങ്ങൾ ചോദിക്കാൻ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആ 6 എണ്ണത്തിൽ ഒരൊറ്റെണ്ണത്തിന് മാത്രം ഉത്തരം പറഞ്ഞു. ബാക്കി 5 എണ്ണവും ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവർ പറഞ്ഞെന്താ? ഈ വന്ന ആൾ പറയണേ, താങ്കളുടെ അടുക്കൽ ഈ ഉത്തരം കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ എത്രയും ദൂരം നിന്ന് വരുന്നത്. ആഫ്രിക്കയിൽ ഏതോ രാജ്യത്തിൻ്റെ പേര്, അവിടെ നിന്ന് മദീനയ്ക്ക് വരികയാണ് അന്നത്തെ കാലത്ത് ഈ 5-6 ചോദ്യങ്ങൾ ചോദിക്കുക. ഇത്രയും ദൂരം ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക ചോദിച്ചപ്പോൾ ഇമാം മാലിക് റഹ്മത്ത് എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ? മുഹദ് മല കാണുന്നില്ലേ? മദീനത്തിൻ്റെ അടുത്താണ് മുഹദ്. അതിന് മേലെ കയറിക്കും. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, മാലിക് പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞോളം പറഞ്ഞു. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, പോരായ്മയല്ല, അതാണ് പൂർണ്ണത. മലക്കുകൾ എന്താ പറഞ്ഞു? കാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. നീ പഠിപ്പിച്ചെന്നതല്ലാത്തൊരു കാര്യം ഞങ്ങൾക്കറിയില്ല. അറിയാത്തത് അറിയില്ല എന്ന് തന്നെ പറയണം. ദീനിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ദീനിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ വൃത്തികേടുകൾ അല്ലെങ്കിൽ മുഹറമാത്തുകൾ എണ്ണിപ്പറയുമ്പോൾ അതിലേറ്റവും ഗൗരവമുള്ളത് ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായിട്ട് പറയുമ്പോൾ ഷിർക്ക് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്താണെന്നറിയോ?
വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ശിർക്ക് പറഞ്ഞ് ശിർക്കിനേക്കാൾ ഗൗരവമുള്ള തെറ്റായിട്ട് അള്ളാഹു പഠിപ്പിച്ചിരുന്നത് എന്താ? അള്ളാഹുവിൻ്റെ മേൽ നിങ്ങൾക്കറിയാത്തത് പറയുക. കാരണം ഷിർക്ക് കാരണം ഷിർക്ക് ചെയ്യുന്നവനെ നരകത്തിലേക്ക് എത്തുള്ളൂ. പക്ഷെ അള്ളാഹുവിൻ്റെ പേരിൽ അറിയാത്തത് പറയുന്നത് കാരണം പറയുന്നവനും അതിനനുസരിച്ച് ചെയ്യുന്നവനൊക്കെ നരകത്തെത്തും. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ആളുകൾ എന്ത് ചെയ്യും? അവസാന കാലത്ത് ചില ആളുകൾ അവരെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും? മരിപ്പിക്കും. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസു റൂഊസൻ ജുഹാല. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്യും? അവരുടെ നേതാക്കന്മാരൊക്കെ സ്വീകരിക്കുക ജാഹിലുകളെ, അറിവില്ലാത്ത ആളുകൾ. പക്ഷെ അവർക്ക് വലിയ പേരുകളൊക്കെ ഉണ്ടാവും കേട്ടോ. സുൽത്താനുൽ ഉലമ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, അങ്ങനെ പേരുകളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ജാഹിലുകളാണ് എന്ത് ചെയ്യുക? അവർ നേതാക്കന്മാരൊക്കെ സ്വീകരിക്കുക. ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ. അങ്ങനെ അവരെന്ത് ചെയ്യും? ഇൽമില്ലാതെ ഫത്വ കൊടുക്കും. അങ്ങനെയോ ഫദല്ലു വഅദല്ലു. അങ്ങനെ അവരും വഴിപഴയ്ക്കും, മറ്റുള്ളവർ വഴി പഴപ്പിക്കുകയും ചെയ്യും. ഇൽമില്ലാതെ ദീനിലൊരു വിഷയം ഉണ്ടരുത്, ഒരു കാര്യമുണ്ടരുത്. എത്ര നിസാരമായ വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കോട്ടെ അല്ലേ? ഇയാൾ നേരത്തെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി സംഭവത്തിൽ അയാൾ പറയുന്നുണ്ട്, ഇതിത്ര നിസാരമായ വിഷയമല്ലേ, ഇതിത്ര ചെറിയ കാര്യമല്ലേ, മസലയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ദേഷ്യം കൊണ്ട് ഖഫീഫ ദീനിൽ നിസാരമായ വിഷയമോ, ചെറിയ കാര്യമോ ദീനിലോ? എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ആയത്തോതാണ്, ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. നാം നിനക്ക് അവതരിപ്പിച്ചിരുന്ന ഈ ഖൗല് ഇത് സഖീലാണ്, ഖാനമുള്ളതാണ്, ഭാരമുള്ളതാണ്. ദീനിൽ അങ്ങനെ നിസ്സാരം എന്നുള്ളതൊന്നുമില്ല. ദീനിൽ അറിയെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. നിസ്സാരല്ലേ, ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന അനുമാനം, ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയരുത്. അറിയെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാർത്തകൾ അല്ലെങ്കിൽ നമ്മുടെ അടുക്കലേക്ക് ഒരു കാര്യം വന്നെത്തി കിട്ടുമ്പോൾ വളരെയധികം എന്ത് ചെയ്യാം? ആ കാര്യം ഉറപ്പുള്ളതാണ് അല്ലെങ്കിൽ സത്യസന്ധമാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക. അല്ലേ? നാട്ടിൽ പറയാറുണ്ട്, കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുതെന്ന് പറയാറുണ്ട്. അപ്പം ഇതുപോലെ എന്താ പറയുക, എന്തെങ്കിലും കേൾക്കുമ്പോൾ എടുത്തു ചാടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുക അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുക എന്നുള്ളതൊക്കെ വളരെ മോശം സ്വഭാവങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു ഫാസിഖായ ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു വാർത്തയുമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഉറപ്പുവരുത്തൽ, അങ്ങനെ തന്നെയാണോ എന്ന് അന്വേഷിക്കണം. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഇന്ന് വാർത്തകൾ അല്ലേ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തും. നമ്മൾ വിചാരിക്കുക എന്താ പറയുക, മാതൃഭൂമി മനോരമയൊക്കെയാണ്. ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ കളവുകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമ മീഡിയ വണ്ണൊക്കെയാണ് ഏറ്റവും അധികം. ഇതാണ് മുസ്ലിമുകൾ ഇങ്ങനെ ഇരുന്ന് കണ്ടു 24 മണിക്കൂർ. അതിലുള്ളതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുക. അല്ലേ? ഇമാം മുഖബിർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരു നുണയൻ്റെ കൂടെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ പത്രം വായിക്കട്ടെ. ആ പറയുന്ന നുണകളൊക്കെ അപ്പാടിയും വിശ്വസിക്കാൻ ഇവനെ ആരെ ഏൽപ്പിച്ചതെന്താ? എന്തെങ്കിലും അങ്ങനെ സത്യസന്ധമായ ആളുകൾ കാര്യങ്ങളെ പറയുള്ളൂ എന്ന് ഇവനെന്ത് ഉറപ്പുള്ളത്? ഒരുറപ്പുമില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം? വളരെ സൂക്ഷ്മത ഈ വിഷയത്തിൽ വേണം. വാർത്തകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്. അവർക്ക് അവരുടെ ചാനലുകൾക്ക് എന്തുണ്ട്? പ്രത്യേകമായ അജണ്ടകളുണ്ട്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ആ അജണ്ടകൾക്ക് ഒത്തുള്ള പത്രവാർത്തകളെ അവർ കൊടുക്കുള്ളൂ. അതങ്ങനെയാണ്. ആ അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്കുള്ള ഫണ്ട് വരുന്നതും
അവരുടെ ചാനലുകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെ ആ അജണ്ടകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇത്തരം അജണ്ടകളുള്ള വാർത്താ ചാനലുകൾ നിറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കേട്ടതെല്ലാം വിശ്വസിക്കുന്ന ആളുകളാകരുത്. കേട്ടതെല്ലാം വിശ്വസിക്കുന്ന ആളുകളാകരുത്. ഇപ്പോൾ കുറച്ച് ഉദാഹരണം പറഞ്ഞുതരാം. അപ്പോൾ എന്താ പറയുക, ഈ ഹമാസ് എന്ന് പറയുന്ന എന്താ പറയുക മോശപ്പെട്ട മനഹജ്, എന്താ പറയുക, ദീൻ പഠിപ്പിച്ചെന്ന ശുറൂത്തുകളൊന്നും പാലിക്കാതെ ജിഹാദ് ചെയ്തിട്ട് ജിഹാദാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ആളുകൾ, അവരുടെ ഒരുപാട് പോരായ്മകൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദീനിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നില്ല എന്ന വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊക്കെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പറയും. അതിൽ എന്താ പറയുക, ഒരു തെളിവായിട്ട് അവർ പല കാര്യങ്ങളും പല കള്ളക്കഥകളും മെനയാറുണ്ട്. ഇതിൽ പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ഇസ്മായിൽ ഹനിയുടെ മക്കൾ 3 പേരും അവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്ത വന്ന് 3 ആഴ്ചയാണോ 4 ആഴ്ചയാണെന്ന് അറിയില്ല. അതിനുശേഷം ലൈവായി CCTV ഫൂട്ടേജിൽ അവർ 3 പേരും ഒരു ഭരണാധികാരിയുടെ കൂടെ നടന്നു പോകുന്ന ചിത്രങ്ങൾ ലൈവായി വന്നിരുന്നു. ഈ വാർത്തയാണെങ്കിൽ അന്ന് എല്ലാ ചാനലുകളിലും പ്രത്യേകിച്ച് മീഡിയ വണ്ണിലും മാധ്യമത്തിലൊക്കെ ബ്രേക്കിംഗ് ആയിരുന്നു. വളരെ ഫ്ലാഷ് ന്യൂസ് എന്നൊക്കെ പറയുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. ശ്രദ്ധിക്കണം, കാണുന്നതും എല്ലാം എന്ത് ചെയ്യരുത്. പണ്ട് പറയാറുണ്ട് കേട്ടതെല്ലാം വിശ്വസിക്കരുത്, കാണുന്നത് ഇന്നിപ്പോൾ കാണുന്നതും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടം. വിശ്വസിക്കരുത്. നമ്മൾ ഉറപ്പുവരുത്തി നമുക്കത് കൃത്യമായ ഉറവിടങ്ങളാണെന്ന് മനസ്സിലായതിനു ശേഷമല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു കാര്യവും വിശ്വസിക്കരുത്. അപ്പോൾ നമ്മൾക്കൊരു കാര്യം, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരെ പറ്റി ഒരു കാര്യം വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, എടുത്തു ചാടി വിശ്വസിക്കരുത്. അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മോശപ്പെട്ട ആരോപണങ്ങൾ മുനാഫിക്കുകൾ ഉന്നയിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? വലൗലാ ഇദ് സമിഅ്തുമൂഹു വന്നൽ മുഅ്മിനൂന ബിഅൻഫുസിഹിം ഖൈറാ. അങ്ങനെ എന്തെങ്കിലും കേട്ടാൽ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് തെറ്റായ ചിന്തയല്ല. തെറ്റായ ചിന്തയല്ല, നല്ല ചിന്തയുണ്ടാവേണ്ടത്. നമ്മുടെ സഹോദരൻ, നമുക്കറിയാവനെ, ഇത്രയും കാലം എനിക്ക് അവനെ പരിചയമുണ്ട്. എന്നിട്ട് വേറെ ഏതോ ഒരുത്തം വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്കും നമ്മൾ പിന്നെ അവനുമായിട്ട് തെറ്റുക, അവനെന്തോ പ്രശ്നമുണ്ട്, അവൻ്റെ മനഹജ് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെ പറയാ. അതൊരിക്കലും ശരിയല്ല, അബദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മറിച്ച് ആ കാര്യം എന്ത് ചെയ്യണം, കൃത്യമായി ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നമ്മളൊരാളുടെ കൂടെ കൂടുമ്പോൾ, കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കൂടുന്ന വ്യക്തി, നമ്മുടെ കൂട്ടുകാരൻ നമ്മളെ ഖൈറിൽ സഹായിക്കുകയും ഷെറിനെ മാറ്റി നിർത്തുകയും തടയുകയും ചെയ്യുന്നവനാണെങ്കിൽ അവനാണ് നമ്മുടെ കൂട്ടുകാരൻ. അല്ല, ഇന്നിപ്പോൾ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എന്തിനും കൂടെ നിൽക്കുന്നവൻ, നീ എന്തും ചെയ്തോ ഞാനുണ്ട് എന്ന് പറയുന്നവനാണ് കൂട്ടുകാരെന്ന് പലരും വിചാരിച്ച്. അല്ല, അങ്ങനെയല്ല. നന്മ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുകയും തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ കൈക്ക് പിടിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ. അവനാണ് നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരൻ. ഇങ്ങനെയുള്ള കൂട്ടുകാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ട്, ഇങ്ങനെയുള്ളൊരു സൗഹൃദ വലയം നമുക്ക് വേണ്ടതുണ്ട്. ഈ കൂട്ടുകെട്ട് എന്നുള്ളത് നല്ല കൂട്ടുകെട്ടാണെങ്കിൽ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, മനുഷ്യൻ എന്ന് പറഞ്ഞ സാമൂഹിക ജീവിയാണ്. ഒറ്റയ്ക്കൊരു സ്ഥലത്ത്
ആരുമില്ലാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യന് അങ്ങനെയുള്ളൊരു ഫിത്തറത്തല്ല മനുഷ്യൻ്റെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പലരും വേണം, ഭാര്യ വേണം, അതുപോലെ തന്നെ മക്കൾ വേണം, കൂട്ടുകാർ വേണം, കുടുംബക്കാർ, ഇങ്ങനൊരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കണേ, കൂടെയുള്ള ആളുകൾ നമ്മൾ ആരാണോ ആരുടെ കൂടെയാണോ ഉള്ളത് അവരുടേതുപോലെ ആയിത്തീരാൻ നമ്മളിലുള്ളൊരു തേട്ടം, ഫിത്തറിയായിട്ടുള്ള തേട്ടം നമ്മളിലുണ്ട്. ശ്രദ്ധിക്കണം. അൽ ഇൻസാനു ഇബ്നു ബിഅതിഹി, ഓരോ മനുഷ്യനും അവൻ്റെ ചുറ്റുപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, അവൻ്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഓരോ വ്യക്തിയും അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ ദീനിലാണ്. പക്ഷെ നിന്റെ ദീൻ ഏതാണെന്ന് ചോദിക്കണമെങ്കിൽ നിന്നെപ്പറ്റി തന്നെ അന്വേഷിക്കണമെന്നില്ല, നിന്റെ ഉറ്റ കൂട്ടുകാരൻ ആരാന്ന് അന്വേഷിച്ചാൽ മതി. ഫല്യൻദുർ അഹദുക്കും മയ്യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നതെന്ന് നോക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയാണ്. കൂട്ടുകെട്ട് വളരെയധികം സ്വാധീനിക്കും. അത് എന്താ പറയുക, വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉദാഹരണമാണ് ആര്? അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരൻ. ചെറുപ്പം മുതൽ ഉപ്പയുടെ സ്ഥാനത്ത് തന്നെയായിരുന്നു. ഉമ്മയും വല്യുപ്പയും മരണപ്പെട്ടതിന് ശേഷം അബൂ താലിബ് തന്നെയാണ് നോക്കിയത്. എന്ന് മാത്രമല്ല, നുബുവത്തിന് മുമ്പ് മാത്രമല്ല, നബിയായതിനു ശേഷം ശത്രുക്കളുടെ മറ്റുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകൾക്കും ഏറ്റവും വലിയൊരു മറയായി അള്ളാഹു നിശ്ചയിച്ചത് അബൂ താലിബിനെ. പല സ്വഹാബികൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിഫാ ആര് ചെയ്തിട്ടുണ്ട്? അബൂ താലിബിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ആ അബൂ താലിബ് മരിക്കുന്ന സന്ദർഭം ശ്രദ്ധിക്കണം. വളരെ ഗുണപാഠമുള്ളൊരു സന്ദർഭമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ ഈ ഉപ്പാൻ്റെ സഹോദരൻ, ഉപ്പയുടെ സ്ഥാനത്തുള്ള ആൾ തന്നെയാണ്. അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ള ആളാണ്. ആ വ്യക്തി മരിക്കുന്ന സമയമായി, മരിക്കാനായി, മരണാസന്നനായി കിടക്കുകയാണ് എന്ന് മനസ്സിലായപ്പോൾ എങ്ങനെയെങ്കിലും മൂപ്പരെ കൊണ്ട് എന്ത് ചെയ്യണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കണം, ശരിയായ വിശ്വാസത്തിലേക്ക് എത്തിക്കണം എന്ന ഇഷ്ടത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെന്നിട്ട് യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, എൻ്റെ ഉപ്പാന്റെ സഹോദര, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ആ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം, ശുപാർശ പറയാം, ഷഫാഅത്ത് പറയാം. തൗഹീദ് ഇല്ലാത്തവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ പറഞ്ഞിട്ട് കാര്യമില്ല, റബ്ബിൻ്റെ അടുക്കൽ ഉപകരിക്കൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, ഞാൻ എന്ത് ചെയ്യാം? റബ്ബിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാം എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് അബൂ താലിബിൻ്റെ കൂട്ടുകാരൻ തൊട്ടുപുറത്ത്, അതർഗബു അൻ ദീനി അബ്ദുൽ മുത്തലിബ്, അബൂ താലിബെ, താങ്കളുടെ ഉപ്പയെ അബ്ദുൽ മുത്തലിബിൻ്റെ ദീനിൽ നിന്ന് താങ്കൾ ഇഷ്ടക്കേട് കാണിക്കുകയാണോ? അല്ലേ, മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറയുന്ന വസ്വാസ്, ആ വസ്വാസിൽപ്പെട്ട വസ്വാസാണ്. കൂട്ടുകാരൻ, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണ്? അബൂജഹലും മറ്റുള്ള ഉത്തുബയും ഷൈബയും പോലത്തെ കൂട്ടുകാരൻ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പം ഇപ്പുറത്ത് വീണ്ടും താങ്കൾ അബ്ദുൽ മുത്തലിബിന്റെ ദീനിൽ നിന്ന് വിമുഖത കാണിക്കുകയാണോ? അങ്ങനെ അവസാനം മരിക്കാനായ തൊട്ട് മുമ്പ് അയാൾ പറയുന്നെന്താ? അയാൾ അബ്ദുൽ മുത്തലിബിന്റെ ദീനിലാണെന്ന് പറഞ്ഞിട്ട് മരിക്കുന്നു. തെറ്റായ കൂട്ടുകെട്ട് അങ്ങനെയാണ്, തെറ്റായ കൂട്ടുകെട്ട് അങ്ങനെയാണ്. അത് നമ്മളെ ഒരുപാട് ഖൈറുകൾ നഷ്ടപ്പെടുത്തും. ഇനി നല്ല കൂട്ടുകെട്ടാണെങ്കിലോ, നല്ല കൂട്ടുകെട്ടാണെങ്കിൽ ഒരുപാട് ഖൈറിലേക്ക് നമ്മളത് എത്തിക്കും, ഒരുപാട് വലിയ ഖൈറുകളിലേക്ക് നമ്മൾ എത്തിക്കും. നിങ്ങൾ ചിന്തിക്കാം, വളരെ പ്രധാനപ്പെട്ട ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാ? ഒന്നാമത്തത്, രണ്ടാമത്തതോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമതെത്തതിൽ നമുക്ക് പ്രത്യേകിച്ച് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറ്റ കൂട്ടുകാരനാണ്. ഇസ്ലാം സ്വീകരിച്ചതിൽ ഒന്നാമത്തെ വ്യക്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ഇത്രയധികം സാമ്പത്തികമായിട്ട് എല്ലാ നിലയ്ക്കും ഖിദ്മത്തുകൾ ചെയ്യുക, എല്ലാ നിലയ്ക്ക്
സഹകരിക്കുകയും എല്ലാത്തിനും കൂടെ നിൽക്കുകയും ചെയ്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒന്നാമത് എത്തിയതിൽ ആശ്ചര്യപ്പെടാൻ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞ് രണ്ടാമതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളാണോ ഉമർ? ആണോ? പിന്നെ എങ്ങനെ രണ്ടാമത് എത്തിയത് ഉമർ? ഉമറിന് അബൂബക്കറിനിടയിൽ വേറെ ആരും ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലേ? ഇല്ലേ? പിന്നെ എങ്ങനെ രണ്ടാമതെത്തിയത്? ചിന്തിക്കണം. അത് ഇതിലൊക്കെ ചിന്തിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരുപാട് വൈകിയാണ് ഇസ്ലാം സ്വീകരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ കാണുന്ന കാഴ്ച എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഏറ്റവും വേണ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹം കണക്കാക്കിയതാണ്, ഞാൻ അബൂബക്കറിനെ പോലാവും, ഞാൻ അബൂബക്കറിനെ പോലാവും. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഓരോ സന്ദർഭങ്ങളും ചാൻസ് കിട്ടുമ്പോഴും ആ കാര്യത്തിൽ അബൂബക്കറിനെ എങ്ങനെ തോൽപ്പിക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ പരിശ്രമം. ഓരോന്നിലും അത് പല ഹദീസുകൾ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഷയത്തിലും അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകുമ്പോൾ അവിടേക്ക് മുമ്പ് അബൂബക്കറിന് മുമ്പ് ഉമർ എത്താൻ നോക്കും, ആ കാര്യം ചെയ്യാൻ നോക്കും. അബൂബക്കറുമായിട്ടുള്ള മത്സരത്തിലാണ് ആഖിറത്തിന്റെ വിഷയത്തിൽ. അവസാനം തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്രയധികം പ്രയാസമായി, സാമ്പത്തികമായി വളരെയധികം ഞെരുക്കമുണ്ടായപ്പോൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര സാധിക്കുമോ അത്രയും സമ്പത്തുമായിട്ട് വരാൻ പറഞ്ഞു, യുദ്ധത്തിന് സജ്ജീകരണത്തിന് വേണ്ടി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയണേ, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സമ്പത്ത് മുഴുവൻ ശേഖരിച്ചിട്ട് അതിൻ്റെ പകുതി സമ്പത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരികയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഉമറെ, നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചത്? അപ്പോൾ ഉമർ പറയും, ഇതുപോലത്തെ ഒരു ഭാഗം ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുകയാണ്, അബൂബക്കറിൻ്റെ വരവും കാത്ത്. ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും എന്ന് കൃത്യമായ ഉറപ്പ് അദ്ദേഹത്തിനുണ്ട്. കാരണം അത്രയും വലിയൊരു സമ്പത്താണ് ഉമർ കൊണ്ടുവന്നത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് അവിടെ നിന്ന് വരുന്നുണ്ട്, ചെറിയൊരു സമ്പത്തേ കയ്യിലുള്ളൂ, വലിയ അളവൊന്നുമില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ ജയിച്ചു, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിച്ചു. അബൂബക്കർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ചോദിക്കുകയാണ്, അബൂബക്കറെ, താങ്കൾ എന്താണ് താങ്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത്? അപ്പോൾ അബൂബക്കർ പറയുന്നെന്താ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, മറ്റൊന്നും എനിക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹു ആണേ സത്യം, ഇനി ഒരിക്കലും ഞാൻ താങ്കളുമായിട്ട് മത്സരിക്കൂല, ഒരിക്കലും മത്സരിക്കൂല. നമ്മൾ ശ്രദ്ധിക്കണം, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ഓട്ടം കാരണം. അബൂബക്കറിൻ്റെ ഒപ്പത്താണുള്ള ഈ ഓട്ടം. നല്ല ആളുകളുമായിട്ട് മത്സരിച്ചാൽ അങ്ങനെയാണ്. നമുക്ക് അവരെ ഓടി തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് അവരെ തൊട്ടു പുറകിലെത്താൻ സാധിക്കും. ഇതുപോലത്തെ നല്ല കൂട്ടുകാർ നമുക്ക് വേണം. നമ്മളെക്കാൾ തഖ്വയിൽ ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയത്തിൽ മുന്നേറുന്ന, ദീൻ പഠിക്കാൻ നമ്മളെക്കാൾ താല്പര്യം കാണിക്കുന്ന ആളെയാണ് നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളെക്കാൾ താല്പര്യം കുറഞ്ഞ, നമ്മളെക്കാൾ ഇബാദത്ത് ചെയ്യാൻ പരിശ്രമിക്കാത്ത, നമ്മുടെ അത്ര പോലും താല്പര്യം കാണിക്കാത്ത ഒരാളല്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളെക്കാൾ താല്പര്യമുള്ള, നമ്മളെക്കാൾ ദീൻ്റെ വിഷയത്തിൽ ഉത്സാഹം കാണിക്കുന്ന അങ്ങനെ ഒരാളെന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മുടെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കേണ്ടത്. അതിന് വലിയ എന്തുണ്ട്, സ്വാധീനമുണ്ട്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സമയം ആയിട്ടുണ്ട്, അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ടത് വളരെ ചുരുക്കി പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാലും ഇനി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയണം, ഒറ്റൊരു വിഷയം കൂടെ. നമ്മൾക്ക് ആഖിറത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമുള്ള ആളുകളായിരിക്കണം നമ്മൾ. ആഖിറത്തിൻ്റെ വിഷയത്തിൽ എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും താഴെ ഒരു മൂലയ്ക്ക് എങ്ങനെയെങ്കിലും എനിക്ക് നിരങ്ങിയിട്ടെങ്കിലും കയറിയാൽ മതി എന്നുള്ള ചിന്ത നമുക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ, ഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്.
നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം? ഫിർദൗസ് ചോദിക്കണം. ഫഇന്നഹു അഅലൽ ജന്ന, അത് സ്വർഗത്തിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗമാണ്. വഔസത്തുൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നടുവിലെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. വമിൻഹു തുഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് എന്ത് ചെയ്യുക? സ്വർഗത്തിലെ നദികൾ പൊട്ടിയൊഴുകാൻ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. എന്നുവെച്ചാൽ എല്ലാ സുഖസൗകര്യങ്ങളുടെയും നിഅമത്തുകളുടെയും കേന്ദ്ര ബിന്ദു ആണ് ഫിർദൗസ്. അത് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത് വെറുതെ കൽപ്പിക്കുന്നതാ? നമുക്കവിടെ എത്താൻ പറ്റാനിട്ട് വെറുതെ പറഞ്ഞ് കൊതിപ്പിച്ചതാ ആണോ? അല്ല. അതിൻ്റെതായ പരിശ്രമം നടത്തുന്ന ആളുകൾക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഒരു ആഗ്രഹം നമ്മുടെ കണ്ണും ഹൃദയമൊക്കെ അവിടേക്കായിരിക്കണം. നമ്മുടെ കണ്ണും ഹൃദയമൊക്കെ അവിടേക്കായിരിക്കണം. അപ്പം ഏറ്റവും മുകളിലേക്ക് എത്താൻ എന്ത് ചെയ്യണം? ദുനിയാവ് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു കാര്യം നമുക്ക് സമ്പത്തായിട്ടോ വീടായിട്ടോ മറ്റു സൗകര്യങ്ങളായിട്ടോ എത്ര വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിലും നമുക്കത് സാരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങൾക്ക് മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. നിങ്ങളെക്കാൾ താഴെയുള്ളവർ, നിങ്ങൾക്ക് വീട് ഓടിട്ട വീടാണ്, ടെറസ് അല്ലെങ്കിൽ വീടില്ലാത്ത ആളുകളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് പുതുമയുള്ള തിളക്കമുള്ള വസ്ത്രങ്ങളില്ലെങ്കിൽ വസ്ത്രമില്ലാത്ത ആളുകളിലേക്ക് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്ത തരം ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത ആളുകളിലേക്ക് നോക്കുക. ദുനിയാവിൽ അങ്ങനെയാണ്. എന്നാൽ ആഖിറത്തിൽ നമുക്ക് അങ്ങനെ ഏറ്റവും നിസ്സാരം, നമുക്ക് ചെറുത് വേണ്ട, സെക്കൻഡ് ക്വാളിറ്റി നമുക്ക് ആഖിറത്തിൽ വേണ്ട. ആഖിറത്തിൽ ഏറ്റവും മികച്ചത്, ഏറ്റവും മുകളിൽ ഈ ഒരു ബോധ്യം നമുക്ക് വേണം, ഈ ഒരു ലക്ഷ്യം നമുക്ക് വേണം. ആഖിറത്തിൽ എനിക്ക് ഏറ്റവും ചെറുത് വേണ്ട, എനിക്ക് വലുത് തന്നെ വേണം. അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പഠിക്കണം. അതിനെന്തൊക്കെ മാർഗങ്ങളാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലൊരൊറ്റൊരു കാര്യം മാത്രം ഞാൻ പറയാം. അത് ആദ്യം പറഞ്ഞതാണ്, എന്നാലും അത് വീണ്ടും വീണ്ടും പറയാൻ മാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു നിങ്ങളിൽ നിന്ന് ഈമാനുള്ളവരെയും ഇൽമ നൽകപ്പെട്ടവരെയും പദവികൾ ഉയർത്തും. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു സ്വർഗവാസികൾക്ക് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളുടെ ഏറ്റക്കുറച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾക്ക് എത്രത്തോളം ഈമാനുണ്ടോ, എത്രത്തോളം ഇൽമുണ്ടോ, അത്രത്തോളമായിരിക്കും അവൻ്റെ സ്വർഗത്തിലെ ദറജ. ഒരാൾക്ക് ഈമാനും കുറവാണ്, ഇൽമും കുറവാണെങ്കിൽ അവൻ്റെ സ്വർഗത്തിലെ ദറജയും കുറവ് തന്നെയാണ്. നമുക്ക് അങ്ങേയറ്റം വലിയ പദവി വേണമെങ്കിൽ അങ്ങേയറ്റം ഇൽമു വേണം, അങ്ങേയറ്റം ഈമാൻ വേണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്കൊരു കാര്യത്തെപ്പറ്റി ഇൽമു കിട്ടുമ്പോഴാണ് ആ കാര്യത്തെപ്പറ്റി ഈമാൻ ഉണ്ടാവും. അള്ളാഹുവിനെ പറ്റി അറിഞ്ഞാലേ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കാൻ കഴിയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി അറിഞ്ഞാലേ അദ്ദേഹത്തെ പറ്റി വിശ്വസിക്കാൻ കഴിയാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇൽമുണ്ടോ അത്രത്തോളമായിരിക്കും നിങ്ങളുടെ സ്വർഗത്തിലെ ദറജ. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്, മൻ തലബൽ ഇൽമ ലിയുഹിയ ബിഹിൽ ഇസ്ലാം ഫഹുവ മിനസ് സിദ്ദീഖീൻ വദറജതുഹു ബഅദ ദറജത്തിൻ നുബുവ്വ. ആരാണോ ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി മാത്രം, വേറൊരു നിയ്യത്തവനില്ല, ഇസ്ലാമിനെ ജീവിപ്പിക്കാൻ വേണ്ടി മാത്രം വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും, എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടിക്കലാക്കും. അപ്പം ഞാൻ എന്താവും? ഇസ്ലാമിൻ്റെ ജീവിക്കുന്നൊരു റോൾ മോഡലാവും. മറ്റുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും. മറ്റുള്ളവരെന്ത് ചെയ്യും? മറ്റുള്ളവരിലും ഇസ്ലാം ജീവിക്കും. ഈ ഒരു നിയ്യത്തോടു കൂടി മാത്രം ഒരാൾ ദീൻ പഠിക്കുന്നുണ്ടെങ്കിൽ അവൻ പഠിച്ച ആലിമായിട്ടില്ല, അല്ലാമ ഒന്നും ആയിട്ടില്ല, അവൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂവെങ്കിലും ഈ നിയ്യത്ത് മാത്രം അവനുള്ളതെങ്കിൽ അവൻ പഠിച്ചത് 2 മസലയാണെങ്കിലും അവൻ ഇതേ അവസ്ഥയിൽ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ നുബൂവത്ത് നബിമാരുടെ ദർജയ്ക്ക് തൊട്ട് താഴെയാണ്. ആഗ്രഹമുണ്ടോ? ഈ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ മതി. ഈ നിയ്യത്ത് മാറാതെ ഇൽമിന്റെ മാർഗത്തിൽ, ദീൻ പഠിക്കുന്ന മാർഗത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്കെല്ലാവർക്കും ഇവിടെ കൂടിച്ചേർന്ന അതുപോലെ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഫിർദൗസ്
ഫിർദൗസ് ഒന്നും അത്രയും ചെറിയ സ്ഥലമൊന്നുമല്ല. ഇത്രയും പേര് കയറിയ ബാക്കിയുള്ളവർക്ക് സ്ഥലം തികയാതാവുന്നില്ല. എത്ര പേർക്കും കയറാം. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അത്രയും പേര് പോയില്ല, ഇനി ഞാനിങ്ങനെ ഫിർദൗസ് കയറാം, എനിക്കതിന് സ്ഥലം തികയോ നിങ്ങൾ വിചാരിക്കണ്ട. സ്വർഗത്തിൽ ഏറ്റവും അവസാനം കയറുന്ന ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്കായിട്ട് കൊടുക്കുന്ന സ്ഥലം ഈ ദുനിയാവിൻ്റെ മൊത്തം 10 ഇരട്ടിയാണ്. ഏറ്റവും അവസാനം കയറുന്ന ആൾക്ക്. അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾക്ക് അവിടെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫിർദൗസ് സ്ഥലമുണ്ട്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ. നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ കൂടിയിരുന്ന പോലെ ഫിർദൗസിൽ നമ്മുടെ കുടുംബാദികൾക്കും മാതാപിതാക്കൾക്കൊക്കെ കൂടിയിരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറുള്ള. അതിന് ആഗ്രഹം മാത്രം പോരട്ടോ, പരിശ്രമം വേണം. പ്രാർത്ഥന മാത്രം പോരാ, പണിയെടുക്കണം. അങ്ങേയറ്റം കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ എന്നുള്ള ബോധത്തോടു കൂടി തന്നെ പണിയെടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യട്ടെ. നമ്മൾ ഓരോരുത്തരെയും സഹായിക്കണം. റബ്ബിൻ്റെ സഹായം ഉണ്ടെങ്കിൽ അത് വളരെ എളുപ്പമാണ്. യസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു അസ്സ വജൽ. അള്ളാഹു എളുപ്പമാക്കിയാൽ അത് വളരെ എളുപ്പമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു പദവിയിലേക്ക് എത്തുന്നത് വളരെ എളുപ്പമാക്കി തരികയും ഇവിടെ നമ്മളെ കൂടി ചേർത്തതുപോലെ അവിടെയും നമ്മളെ കൂടി ചേർക്കുവാൻ നാം ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.